10ാം ക്ലാസ്സിലെ പെൺകുട്ടി പറഞ്ഞ കഥ. ഞാൻ റാഷിദ് വാഫി, സൈക്കോളജിക്കൽ ആൻഡ് ഇൻസ്പിറേഷണൽ സ്പീക്കർ. മിടുക്കിയാണ്, നന്നായി പഠിക്കും, അധ്യാപകർക്കും കൂട്ടുകാരികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ട കുട്ടി. അങ്ങനെ ഇരിക്കെ അവളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. കൂട്ടുകാരികളോടൊക്കെ അന്വേഷിച്ചു. അവർക്കൊന്നും കാര്യമായ ഒരു പിടിയുമില്ല. ടീച്ചേഴ്സിനും തലവേദനയായി. കാരണം മാർക്ക് വളരെ കുറവാണ്. 10 A+ കിട്ടേണ്ട കുട്ടിയാണ്. എന്താണ് പ്രശ്നം എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അങ്ങനെ പലതരത്തിലും അന്വേഷിച്ചു. അങ്ങനെ അവസാനം അവർക്ക് രക്ഷിതാക്കളെ തന്നെ വിളിക്കേണ്ടി വന്നു. അധ്യാപിക രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി. കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങി. ആദ്യം അവർ ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്തി. ഞങ്ങൾ ഇങ്ങനെ വലിയൊരു സ്കൂളിൽ ചേർത്തത് മോളുടെ ഭാവി കണ്ടാണ്. അവൾ നല്ല പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് നിങ്ങളെ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ തുടരെ പരാതി. കുറെ സംസാരത്തിന് ശേഷം ടീച്ചേഴ്സിന് കാര്യം പിടികിട്ടി. ഇത് ആരുടെ പ്രശ്നമാണ്. അങ്ങനെ കാര്യങ്ങൾ ഒന്നും കൂടി ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇത് കുട്ടിയുടെ പ്രശ്നമല്ല, ഇത് രക്ഷിതാവിന്റെ പ്രശ്നമാണ്. അമ്മയും അച്ഛനും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് രണ്ടുപേർക്കും ഒഴിവില്ല. ഓഫീസിലെ ഭാരിച്ച ജോലി. അതിനുശേഷം അവർ വീട്ടിൽ വരും. അതിന്റെ ബാക്കി വീട്ടിൽ നിന്ന് തീർക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവർ വേലക്കാരികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വീട്ടിലെ പുറംപണിക്ക് സർവന്റിനെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആകെ ഒരു മോളാണുള്ളത്. സ്കൂൾ വിട്ടതിന് ശേഷം അവൾ നല്ല ഒരു ട്യൂഷനിലേക്കും പോകുന്നുണ്ട്. അവളും ഹാപ്പിയാണ്. സ്കൂളിലെ മിക്ക മത്സരങ്ങളിലും അവൾ ഫസ്റ്റ് അടിക്കാറുമുണ്ട്. ഇതൊക്കെ ആലോചിച്ച് രക്ഷിതാക്കൾ ഹാപ്പിയാണ്. പക്ഷേ അവർ ഒരു കാര്യം ചിന്തിച്ചില്ല. മകളുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. അവൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവൾക്ക് പോകാൻ വാഹനമുണ്ട്, നല്ല വീടുണ്ട്, നല്ല വസ്ത്രങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഒന്നു മാത്രം അവർ കൊടുത്തില്ല. ആ രക്ഷിതാവിന്റെ ഒരു സ്നേഹം, ഒരു പരിഗണന, ഒരു മാർഗനിർദ്ദേശം. അത് കിട്ടാത്തത് മൂലം ഈ കുട്ടി ആകെ മെന്റലി ഡിസോർഡർ ആയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഈ രക്ഷിതാക്കൾ അറിഞ്ഞിട്ടില്ല. അവരെ മനസ്സിലെപ്പോഴും കുട്ടി നല്ലവണ്ണം പഠിക്കുന്നുണ്ടെന്ന ചിന്തയിലാണ് അവർ. പക്ഷേ ഇതിന്റെ പിന്നാമ്പുറം അവരറിയുന്നില്ല. സ്കൂളിലെത്തിയപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം അവർ മനസ്സിലാക്കിയത്. ഭാഗ്യത്തിന് കുട്ടി മറ്റു പ്രശ്നങ്ങളിലും ചെന്നുപെട്ടില്ല. പിന്നീട് അവർ സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണിച്ച് അവർ കുട്ടിനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഒന്ന് മാത്രം ചിന്തിക്കണം, നമ്മുടെ മക്കളാണ്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. അതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. ഈ മക്കളെ പരിഗണിക്കാതെ നമ്മൾ എത്ര സമ്പാദിച്ചിട്ടും കാര്യമില്ല. അത് നമുക്ക് വലിയ ദുരന്തമായി മാറും. ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരു പ്രശ്നമാണ് ഈ രക്ഷിതാക്കൾക്ക് പറ്റിയത്. പരിഗണന നാം കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് മറ്റുള്ളവർ കൊടുക്കും. അതുമൂലം നമ്മുടെ മക്കളെ തന്നെ നമുക്ക് നഷ്ടമായേക്കാം. അവസാനമായി ഒരു കാര്യം കൂടി, നല്ല ഡ്രസ്സും നല്ല ഭക്ഷണവും ഒരു വേലക്കാരിക്കും വാങ്ങിക്കൊടുക്കാൻ പറ്റും. പക്ഷെ നല്ല സ്നേഹവും പരിഗണനയും നല്ല മാർഗനിർദ്ദേശങ്ങളും ഒരു നല്ല മാതാപിതാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മക്കളുടെ മനസ്സ് എന്നാൽ ഒരു കുപ്പി ഗ്ലാസ്സിലെ വെള്ളം പോലെയാണ്. ഒരു കുപ്പി ഗ്ലാസ്സിൽ നല്ല വെള്ളം ഒഴിച്ചാൽ എങ്ങനെയായിരിക്കും? അതിലൊരു കലർപ്പും ഉണ്ടാവുകയില്ല, അതിൽ നല്ല തെളിമയായിരിക്കും. എന്നതുപോലെയാണ് അവരുടെ മനസ്സ്. ആ മനസ്സിലേക്ക് എന്ത് ഒഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് രക്ഷിതാക്കളായ നിങ്ങളാണ്. അതിൽ നല്ലതൊഴിച്ചാലും ചീത്ത ഒഴിച്ചാലും അതിന്റെ ഫലങ്ങളൊക്കെ അനുഭവിക്കുന്നത് നിങ്ങളാണ്. ഓർത്താൽ നല്ലത്. മാനസികവും ആരോഗ്യപരവുമായ ടിപ്സുകളാണ് ബോണ ഹെൽത്ത് എന്ന ഞങ്ങളുടെ ചാനലിലൂടെ പങ്കുവെക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.